നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ CPM-നെ പ്രതിസന്ധിയിലാക്കി ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ തമ്മിലടി. ഏറ്റവും ഒടുവിൽ സലാം MLA മുൻ മന്ത്രി സുധാകരനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. സുധാകരനെ സലാം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് അയാൾ വിശേഷിപ്പിച്ചത്. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന വർത്തമാനവും പൊളിറ്റിക്കൽ ക്രിമിനലിസം ആണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഗൗരിയമ്മ പാർട്ടി വിട്ടുപോകാനുള്ള മൂലകാരണം അതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടിപ്പോയാൽ പലതും പറയേണ്ടി വരുമെന്നും സുധാകരനെ ലക്ഷ്യം വെച്ച് സലാം ആരോപിച്ചു. എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നതും പൊളിറ്റിക്കൽ ക്രിമിനലിസം ആണെന്നായിരുന്നു സലാമിന്റെ ആരോപണം. സുധാകരൻ നടത്തിയ പൊളിറ്റിക്കൽ ക്രിമിനലിസം പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് സലാം കൂടുതൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടാക്കിയത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ്. അതിനെ ആലപ്പുഴയിലെ പാർട്ടി അതിജീവിച്ചു. പഴയ കാര്യമായതുകൊണ്ട് അതെല്ലാം ആളുകൾ മറന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തും നല്ല സംഭാവന നൽകിയ ആളാണ് സുധാകരൻ. എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന നേതാവുമാണ്. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പരസ്യമായി സുധാകരൻ പറയുന്നത്. സഹനശക്തി നഷ്ടപ്പെട്ട പാർട്ടിയുടെ വില കളഞ്ഞു കുടിച്ച സാഹചര്യത്തിൽ പ്രതികരണശേഷി ഉണർന്നപ്പോൾ വാദി പ്രതിയായ അവസ്ഥ. അതാണ് സുധാകരന് സംഭവിച്ചത്. സലാമിനും പ്രശ്നം അതാണ്. സുധാകരൻ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നു. സുധാകരനെ പരിഗണിച്ചതുപോലെ ഗൗരിയമ്മയെ പോലും പാർട്ടി പരിഗണിച്ചിട്ടില്ലത്രേ. 7 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. കൂടാതെ മറ്റു പാർട്ടി ചുമതലകളും വഹിച്ചു. സലാം കൂട്ടിച്ചേർത്തു. സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ പ്രയോഗത്തിനും സലാം MLA മറുപടി നൽകിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനൽ ആകും. അത് ആരും ചെയ്തുകൂടാ. ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം ആണെന്ന് പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച സുധാകരൻ രംഗത്തെത്തിയിരുന്നു. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് പുളയുകയാണെന്നായിരുന്നു സുധാകരൻ വിമർശനം. അവർ 90% മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ സംവിധാനവും രാഷ്ട്രീയവും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെ ആളെ ഇല്ലാതാക്കിയാൽ പാർട്ടി ഇല്ലാതെയാകും. അതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും സുധാകരൻ വിമർശിച്ചിരുന്നു. ആലപ്പുഴയിൽ തിരിച്ചടി നേരിടുന്നത് ഇത് ആദ്യമായിട്ടല്ല. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അതിനെ അതിജീവിക്കാൻ പാർട്ടിക്കായിട്ടുണ്ട്. അതെ, അവസാന ശ്വാസത്തിനായി പാർട്ടി അന്ത്യശ്വാസം വലിക്കുമ്പോഴാണ് ഈ ന്യായീകരണ ക്യാപ്സ്യൂൾ. ഇതൊന്നും കൂടാതെ സുധാകരന്റെ മോദി പ്രശംസ അത്ഭുതകരമാണത്രേ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണയിൽ കവിഞ്ഞ അറിവുള്ള ആളാണ് സുധാകരൻ. സംസാരിക്കുമ്പോൾ പിഴവ് പറ്റുന്ന ആളല്ലെന്നും സലാം കൂട്ടിച്ചേർത്തു. അതെ, മോദി പ്രശംസ പച്ചവെള്ളം കുടിക്കുന്നവനെല്ലാം മനസ്സിലാകും. രാജ്യത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും മോദിയോട് ബഹുമാനമാണ്. അത് തന്നെയാണ് സുധാകരൻ പറഞ്ഞതും. അപ്പോൾ അത് കേട്ട് കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. അത്ര തന്നെ. പിണറായി ഉള്ള വില കളഞ്ഞപ്പോൾ മോദി ഒരു ബ്രാൻഡ് ആയത് സഹിക്കണില്ലല്ലേ? സ്വാഭാവികമാണ്. മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJP മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലെന്നും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് സീറ്റ് ലഭിച്ചിരുന്നില്ല. പ്രായപരിധി മാനദണ്ഡം പാലിച്ചതിനാൽ സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടിയതുമില്ല. ഇതിനുശേഷം പാർട്ടിക്കെതിരെ പലതവണ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഇതൊക്കെയാണ് ഇവർ നിരത്തുന്ന ന്യായീകരണം. പക്ഷെ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഗൂഢതന്ത്രം സുധാകരൻ മനസ്സിലാകും. കാരണം സുധാകരൻ ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നിന്ന് സുധാകരൻ ഇറങ്ങിപ്പോയത് വലിയ വിവാദമായിരുന്നു. ഹരിപ്പാട് നടന്ന CBC വാര്യർ സ്മൃതി പരിപാടിയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് 11 മണിയായിട്ടും തുടങ്ങാതിരുന്നതോടെ സുധാകരൻ സംഘാടകരോട് കയർക്കുകയും പിന്നാലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു. മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന പരിപാടിയിൽ നിന്നാണ് സുധാകരൻ ഇറങ്ങിപ്പോയത്. എന്തായാലും CPM തന്നെയായിരുന്നു ഈ പരിപാടിയുടെ സംഘാടകർ. അതും കൂടി ആയതോടെ സഖാക്കന്മാർക്ക് പൊളിഞ്ഞു. അത്ര തന്നെയുള്ളൂ കാര്യം.